നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മേഡത്തെ കാണാൻ വന്നിരുന്നു, പക്ഷെ എന്നെ അകത്തേക്ക് വിട്ടില്ല. മേഡത്തിന്റെ ഇളയമ്മയുടെ വിവരം പറഞ്ഞു. എന്ത് വിവരം? ഏയ്, കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മേഡത്തിനോട് ഞാൻ വന്ന വിവരം അറിയിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ സുഖമില്ലാതിരിക്കാണ്. നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കണേ? അല്ല, അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞ വിവരങ്ങള് ഫോണിലൂടെയെങ്കിലും മേഡത്തിനെ അറിയിക്കേണ്ടതല്ലേ? നിങ്ങൾ പറയൂ. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന സഞ്ജയ് പണിക്കരാണ് അമ്മു എന്ന കള്ളപ്പേരിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവ്. അവര് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് എല്ലാ തെളിവുകളും ലഭിച്ചു. വിവാഹ ക്ഷണകത്തില് രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട് മാഡം. കേസ് ഫയല് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡത്തിനത് പ്രയോജനപ്പെടും. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അതേപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണെന്നറിയാനാ നിങ്ങളുടെ സഹായം തേടിയത്. അപ്പോ മാഡത്തിന് സംശയം ഉണ്ടായിരുന്നല്ലേ? അത് ശരിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ബാക്കി തുക എത്രയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. താങ്ക് യു മാഡം. എനിക്ക് 1 ലക്ഷം രൂപയുടെ മാഡം തരണം. അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചതാ. എന്താ ശരിയല്ലേ മാഡം? ആ പണം ഞാൻ ഇട്ട് തരാം. ഈ നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങള് ശേഖരിച്ച മുഴുവൻ തെളിവുകളും എനിക്ക് വേണം. അത് വാങ്ങാൻ എന്റെ ഒരാള് നിങ്ങളെ കാണാൻ വരും. അയാളുടെ കൈവശം സീൽ ചെയ്ത് കൊടുക്കണം. വരുന്നയാളുടെ പേര് ദിനേശൻ എന്നാ. ഓക്കെ മാഡം, വിളിച്ചു പറഞ്ഞാൽ മതി. താങ്ക് യു മാഡം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേര് മറക്കരുതേ. ശരി. കൊള്ളാമോ? നീ തകർത്തു. ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ചെയ്ത ഞാൻ അയാളെ വിളിച്ച് അയാൾ കണ്ടെത്തിയ തെളിവുകൾ തിരികെ വാങ്ങാം. എന്തായാലും മനസ്സിൽ വീണ തീ ഇപ്പോഴാ ഒന്ന് അണഞ്ഞത്. ദിനേശേട്ടൻ എത്രയും വേഗം അത് വാങ്ങി നശിപ്പിക്കാൻ നോക്ക്. രണ്ടാമത് ജയിച്ചെന്നാ അവനോട് കരുതുന്നത്. വിഡ്ഢികൾ. എനിക്ക് ലാഭം 1 ലക്ഷം. സഞ്ജയ് പണിക്കരെ, നീ എന്റെ ചൂണ്ടയിൽ കൊത്തുവെന്ന് അറിഞ്ഞ് എന്നാ ഞാൻ വിളിച്ചത്. ഒരു തവണ സംസാരിച്ചാൽ മതി ആ ആളിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ. ഇത് അമ്മു എന്ന ലക്ഷ്മി തന്നെ. വെറുതെ അല്ല ഞാൻ ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത്. കാത്തിരുന്നോ, ഇതിനേക്കാളും വലിയ മിസൈല് ഉടൻ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.